പലപ്പോഴും കപ്പിൾ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ കേൾക്കുന്ന ഒന്നാണ് റിലേഷൻഷിപ്പ് ആൻസൈറ്റി. അതായത് തൻ്റെ പാർട്ട്ണർ താൻ സ്നേഹിക്കുന്ന പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ, പലപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്നെ ചീറ്റ് ചെയ്യുമോ, ഇത്തരത്തിലുള്ള കൺസേൺസ് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ആക്ച്വലി ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആൻസൈറ്റി പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് വരാം. അതായത് ഈ ആൻസൈറ്റി അനുഭവിക്കുന്ന ആൾക്ക് പാസ്റ്റിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ അനുഭവിച്ച ഒരു വ്യക്തിയോ ആയിരുന്നേക്കാം. അതുപോലെ തന്നെ തൻ്റെ പാർട്ട്ണർക്ക് മുമ്പ് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നേക്കാം. അതും ഇതുപോലെ ബ്രേക്കപ്പ് ആയതാണെങ്കിലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണവും ഈ റിലേഷൻഷിപ്പ് ആൻസൈറ്റി കാണാറുണ്ട്. പാസ്റ്റ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഇപ്പോൾ കറന്റുള്ള ആ ഒരു റിലേഷൻഷിപ്പിലും ഒരു ചീറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള ആ ഒരു റിലേഷൻഷിപ്പിലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഗിവ് ആൻ അപ്പോളജി. അതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനും ശ്രമിക്കുക. പാസ്റ്റ് ട്രോമ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് എവിടെയാണ് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുക. എന്നിട്ടും മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്.